ഇനി യഥാർത്ഥത്തിൽ മേൽശകലം എവിടെ എന്തിന് ഉപയോഗിച്ചു എന്ന് നിങ്ങൾ പറയണ്ടേ? ലക്ഷ്യം തെറ്റിയ ഇൽമിലൂടെ അവതരിപ്പിച്ച ഇസ്രായേലിലെ പണ്ഡിതനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആസിം ഉസ്താദ് ഉദ്ധരിച്ചു. ഇവരത് ദുർവ്യാഖ്യാനം ചെയ്ത് കാന്തപുരത്തെ പറ്റി പറഞ്ഞതാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. നായയേക്കാൾ മോശം എന്ന് പറഞ്ഞു. നായ എന്ന് പറഞ്ഞാൽ നായയെ പറ്റി മഹ്മൂദായി പറഞ്ഞിട്ടുണ്ട്. നായ എന്ന് പറഞ്ഞാൽ നായയെ പറ്റി മഹ്മൂദായി പറഞ്ഞിട്ടുണ്ട്. മൗലവി സാഹിബിനോടും സ്തുതിപാഠകൻ ഫൈസിയോടും ഒന്ന് ചോദിക്കട്ടെ, ആ പ്രഭാഷണത്തിൽ എന്തിനാണ്, ആരെ ഉദ്ദേശിച്ചാണ് ലക്ഷ്യം തെറ്റിയ ഇസ്രായേലി പണ്ഡിതനെ കുറിച്ച് പ്രയോഗിച്ച മസലുഹു കമസലിൽ കൽബെന്ന പ്രയോഗം താങ്കൾ എടുത്തുദ്ധരിച്ചതോ? ന്യായീകരണം നടത്താൻ ശ്രമിക്കാതെ താങ്കൾക്കൊന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ? ഇപ്രകാരം ലൈംഗിക ആരോപണങ്ങളും പച്ചക്കളവുകളും പ്രചരിപ്പിക്കുന്ന കളവിന്റെ കൂടാരത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ മഹിതമായ സന്ദേശങ്ങളെ അവഗണിച്ച കാരണത്താൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നവരെ സ്വീകരിക്കലാണ് നിങ്ങളുടെ മറ്റൊരു തൊഴിലെന്നോ നിങ്ങളുടെ നേതാവ് തന്നെ സമ്മതിക്കുന്നത് കാണുക. എറണാകുളം സമ്മേളനത്തിന്റെ സംഘാടകനായ പൊന്നുരുന്തി കുഞ്ഞാമുസ്ലിയാരെ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പോന്നിട്ട് ഉദ്ഘാടനം ചെയ്തു. പിന്നെ പുതിയാപ്പുഴ വരുമ്പോൾ എത്ര ആളങ്ങട്ട് വന്ന്, എത്ര ആളുകളെ നമ്മൾ സ്വീകരിച്ച് ഓ വിഘടിതരെ, നിങ്ങളോട് ഞങ്ങൾക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. ചെറിയ വാലുകൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പിരിച്ചുവിടേണ്ടത്. കാരണം ഞങ്ങൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം ഇട്ട് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് ഉണ്ടാകും. അതേ സമയത്ത് വേറൊരു പ്ലേറ്റ് കൊണ്ടുവന്ന് നോക്കും. അതെന്തിനാണെന്നറിയോ? വേസ്റ്റ് ഇടാനൊരു പ്ലേറ്റ്. ഞങ്ങൾക്ക് വേസ്റ്റ് ഇടാനൊരു പ്ലേറ്റ് വേണം. അതെങ്ങനെയാ? ഒരാൾ വ്യാഴത്തെയും ഒക്കെ പോയാൽ വേസ്റ്റ്, പിന്നെ വേറെ ഒരാൾ മുജാഹിദായാൽ ഒരു വേസ്റ്റ് വെക്കത്ത് വേണ്ടേ? ഇവിടെ ഒരു വേസ്റ്റ് ഇടാനുള്ള ഒരു പാത്രം ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് നിങ്ങളത് തിരിച്ചുവിടരുത്. ആ വേസ്റ്റ് പാത്രം അവിടെ തന്നെ വെക്കണം. എത്ര ആളുകളെ നമ്മൾ സ്വീകരിച്ച്, അതുകൊണ്ട് നിങ്ങളത് തിരിച്ചുവിടരുത്. ആ വേസ്റ്റ് പാത്രം അവിടെ തന്നെ വെക്കണം. എത്ര ആളുകളെ നമ്മൾ സ്വീകരിച്ച്, അതുകൊണ്ട് നിങ്ങളത് തിരിച്ചുവിടരുത്. ആ വേസ്റ്റ് പാത്രം അവിടെ തന്നെ വെക്കണം. അതെ, ഞങ്ങൾ തള്ളുന്ന വേസ്റ്റുകൾ സ്വീകരിക്കാനായി കാത്തുനിൽക്കുന്നവരെ നിങ്ങൾക്ക് സുന്നി പണ്ഡിത നേതൃത്വം ചെയ്യുന്നത് പോലെ ദീനിനെ സംരക്ഷിക്കാനും സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാനും സംവാദങ്ങളും ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളും സംഘടിപ്പിക്കാനോ മതസാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്യാനോ അറിയില്ല. മറിച്ച് നിങ്ങൾക്കറിയാവുന്ന തൊഴിലുകൾ ഇനിയും ഞങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ടോ? ആളെത്തീർന്ന് പറയാനും ആളെത്തെറി പറയാനും പണ്ഡിതന്മാരെ ഗീബത്ത് പറയാനും ഇല്ലാത്ത കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാനും പുറത്താക്കൾക്ക് സ്വീകരണം നൽകാനുമല്ലാത്ത മൂന്നാമത്തൊരു പരിപാടി മറുഭാഗത്ത് നിൽക്കുന്ന സമസ്ത എന്ന പേര് പറയുന്ന സംഘടനയ്ക്കില്ല. ഇതാണ് വസ്തുതാപ്രിയപ്പെട്ടവന്മാരെ. മൗലവി പച്ചക്കളവുകളും ദുരാരോപണങ്ങളും ഉന്നയിച്ച് സുന്നി സമൂഹത്തിനെതിരെ താങ്കൾ തെറിപ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഇൽമിന്റെ ബഹിറായ താങ്കളുടെ നാവിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന ആരോപണ മാലിന്യങ്ങൾക്ക് മുന്നിൽ തക്ബീർ വിളിക്കുന്ന അനുയായികളെ നന്നായി ഉപദേശിക്കുക. അവന്റെ ബലന്ത മനുഷ്യന്മാര് നാണക്കേട്, സമുദായത്തിന് നാണക്കേട് വരുത്തിയ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആവശ്യമില്ലാത്ത അല്ലാഹു അക്ബർ ഒഴിവാക്കേണ്ട കാലമായിരിക്കുന്നു എന്നാ. അല്ലാഹു അക്ബർ വലിയ വാക്കാണ്. പക്ഷെ ആവശ്യമില്ലാത്തടുത്ത് ഉപയോഗിക്കുന്നിടത്ത് ലേശം ഒന്ന് മുസ്ലിമീങ്ങളും നമ്മളും ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ലാഹു അക്ബർ നല്ല വാക്കാണ്. അത് അല്ലാഹു അക്ബർ ആകേണ്ടതുമാണ്. അത് ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് പറഞ്ഞ എന്താണെന്നറിയോ? ഇത്ര പോന്ന എന്നെ പോലത്തെ ഒരു 7-ാം കൂലി സ്റ്റേജൊക്കെ കയറി വരുമ്പോഴത്തിന് അങ്ങനെ മണിക്കൂർ കണക്കിന് നിന്നിട്ടുള്ള അല്ലാഹു അക്ബറിന്റെ പാട്ട് ഒന്ന് നിർത്തുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പാട്ട് കേട്ട് കുഴങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല പരിപാടിയല്ല. അല്ലാഹു അക്ബർ വളരെ നല്ല വാക്കാണ്. പക്ഷെ ആവശ്യമില്ല. അതൊക്കെ നമ്മൾ അവിടുന്ന് കടം കൊണ്ടുവന്നതാണ്.
ഇന്നെപ്പോഴത്തെ ഒരു ഏഴാങ്കൂലി സ്റ്റേജൊക്കെ കയറി വരുമ്പോഴത്തേന് ഒരു അരമണിക്കൂർ അല്ലാഹു അക്ബർ ചെല്ലേണ്ട ആവശ്യമില്ല. അതിനിവിടെ ആലിമ്യങ്ങളും സീതന്മാരൊക്കെ ഉണ്ട്. അവർ ശൈലി കൊണ്ടുവന്ന ആ ശൈലി നമ്മൾ കടമെടുക്കരുതെന്ന് സാന്ദർഭികമായി ഞങ്ങളോടൊന്ന് സൂചിപ്പിക്കാം. മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടി അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണ്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തല്ലെങ്കിൽ ഏത് വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. അള്ളാഹുക്കൊന്ന് വിലന്താ, അവന്റെ വിലന്താ. മനുഷ്യന്മാര് നാണക്കേട്, സമുദായത്തിന് നാണക്കേട് വരുത്തിയ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആവശ്യമില്ലാത്ത അല്ലാഹു അക്ബർ ഒഴിവാക്കേണ്ട കാലമായിരിക്കുന്നു. ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കുപ്പായക്കാർ അല്ല ഞങ്ങൾ. അള്ളാഹുക്കൊന്ന് വിലന്താ, അവന്റെ വിലന്താ. മനുഷ്യന്മാര് നാണക്കേട്, സമുദായത്തിന് നാണക്കേട്. നിങ്ങളുടെ തീർവാഴ്ച കൊണ്ട് കേരളത്തെ ബംഗാളാക്കാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അത് നടക്കുന്ന കാര്യമല്ല. അത് നടക്കില്ല. ഉടനെ ബാക്കിയുള്ള കാലത്തോളം നിയമം ഞങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഞങ്ങളുടെ കാലം ഉടനെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ബംഗാളാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടി നടക്കില്ല. അള്ളാഹുക്കൊന്ന് വിലന്താ, അവന്റെ വിലന്താ. മനുഷ്യന്മാര് നാണക്കേട്, സമുദായത്തിന് നാണക്കേട്. താങ്കളും താങ്കളുടെ സ്തുതിപാഠകന്മാരും ആരോപണ മാലിന്യങ്ങളുമായി ഊരുചുറ്റി അവസാന നിമിഷം മോശമാക്കാനാണോ ശ്രമിക്കുന്നത്? എങ്കിലിതാ നിങ്ങളുടെ ഒരു നേതാവ് മഹാനായ താജുൽ ഉലമ ഊളാൾത്തങ്ങൾക്കെതിരെ കഫറ വിവാദവുമായി ഉറഞ്ഞു തുള്ളിയ ഒരു കാലമുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഇതൊരു ഹക്കൻ തന്നെയില്ല. അത് ഇവരോട് തന്നെ ഹക്കൻ തന്നെ. ശരിക്കും പറയുന്നത് കിഴക്ക് പോയി ഒക്കത് കഫറ, കിഴക്ക് പോയി അല്ല എന്ന് പറയുകയും അതിനോട് മാറ്റിക്കായി ഒക്കത് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ? പൊന്നു നാട്ടിക മൗലവി ശംസുൽ ഉലമയെ കുറിച്ച് ഊളാൾ തങ്ങൾ വല്ലയോടെ ആക്ടിഫ് ചെയ്ത് വഖദ് കഫറ എന്ന പ്രയോഗം നടത്തിയിട്ടില്ലല്ലോ. നടത്തിയിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ജീവിച്ചിരിക്കുന്ന അനുയായികളെങ്കിലും അത് കൊണ്ടുവരട്ടെ. എന്നിട്ടാവാം നിങ്ങളുടെ ആ ചോദ്യത്തിനു മറുപടി. ഇനി പൊന്നു നാട്ടിക മൗലവിയുടെ ജീവിച്ചിരിക്കുന്ന അനുയായികൾ ഉള്ളാൾ തങ്ങളുടെ വാക്കിൽ നടത്തിയ വൻ അട്ടിമറി ഇവിടെ പൊട്ടുകയാണ്. ഇനി നിങ്ങൾ കാണൂ, അവർ പുറത്തിറക്കിയ സീഡിയിൽ നിന്ന്. നീ ഹക്കിന് മേലാവധി ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തറിച്ചുപോയി. ഓ വികടിതരെ, നിങ്ങൾ കേൾക്കൂ. മടവൂര് കപ്പളാന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. മടവൂര് കപ്പളാന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഈ ഭാഗം എന്തിനു നിങ്ങൾ കട്ടുമുറിച്ചു? ഇനി ഇതിന്റെ യാഥാർത്ഥ്യമെന്തെന്നോ ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോടെല്ലാം പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വായു തോന്നിച്ചെന്ന് ഒരാളോടും ഉണ്ടാത്ത കാലാണ്. ചെല്ലി സനം വിളിക്കും. സനം വിളിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞാനെന്ന് നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു. അപ്പാണ് നമ്മൾ ഉസ്താദല്ലേ, എനിക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യും? ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറാന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. മടവൂര് കഫറാന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല.